നമ്മുടെ നാടൻ കൊഴുക്കട്ട ഒന്ന് പ്ലാവിലയിൽ തയ്യാറാക്കി നോക്കിയാലോ? പ്ലാവിലയിൽ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്, ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റുമായിരിക്കും. ഇതിനുവേണ്ടി ആവശ്യത്തിന് പ്ലാവില എടുക്കാം, കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ ഒരു ഈർക്കിൽ കഷ്ണം വേണം, ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി അടുത്തായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. 1.5 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇതിലേക്ക് അല്പാൽപമായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു തേങ്ങ ചിരകിയതിലേക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് യോജിപ്പിച്ച് വെക്കാം. അടച്ചു വെച്ച മാവ് ചൂട് താങ്ങാൻ പറ്റുന്ന പരുവത്തിലെത്തുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരു ഉരുളയെടുത്ത് പ്ലാവിലെ കുമ്പിളിൽ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം അതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടിയുള്ള ഫില്ലിങ്ങും ചേർത്ത് കൊടുത്ത് മുകൾ ഭാഗം ഇങ്ങനെ നന്നായിട്ട് സീൽ ചെയ്യണം. തയ്യാറാക്കിയ മാവ് മുഴുവൻ ഈ ഒരു രീതിയിൽ കുമ്പിളിലാക്കിയതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. അങ്ങനെ നല്ല ടേസ്റ്റി പ്ലാവില കൊഴുക്കട്ട തയ്യാറായി.